പാലായിൽ ജോസ് കെ മാണിക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനമാണെന്നാണ് ഫ്ലക്സ് ബോർഡിലെ വാചകങ്ങൾ. ജോസ് കെ മാണിയെ വിമർശിച്ചതിന്റെ പേരിൽ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയ കൌൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന വാചകങ്ങളും ബോർഡിലുണ്ട്. ജോസ് കെ മാണിക്കെതിരെ നിലപാടെടുത്ത് പ്രസ്താവന നടത്തിയ പാലാ നഗരസഭയിലെ സിപിഐഎം പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ ബിനു പുളിക്കക്കണ്ടത്തിനെ പുറത്താക്കിയതിനു പിന്നാലെയാണ് പാലാ നഗരത്തിലും നഗരസഭയുടെ മുന്നിലും ജോസ് കെ മാണിക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. പാലാ പൌരസമിതിയുടെ പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനമാണെന്ന തരത്തിൽ കടുത്ത വാക്കുകളാണ് ഫ്ലക്സ് ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നഗരത്തിലും നഗരസഭയുടെ മുന്നിലുമുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ അഴിച്ചുമാറ്റി കത്തിച്ചു. ജോസ് കെ മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടം നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തി. ബിനുവിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിക്കുള്ളിലുണ്ടെങ്കിലും ആരും പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നെ വിളിക്കുന്നുണ്ട്. വിവിധ മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കന്മാരും സിപിഎമ്മിന്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ബിനുവിനെതിരെയുള്ള നടപടികളിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു പങ്കുമില്ലെന്ന് ജില്ലാ നേതൃത്വം. യഥാർത്ഥത്തിൽ ഈ കൌൺസിലിന് തുടങ്ങിയ അന്ന് മുതൽ പാലാ നഗരസഭയ്ക്ക് അപമാനകരമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ പോസ്റ്റർ ഇവിടെ വെച്ചത്. പാലാ നഗരസഭാ യോഗം ഉടൻ ചേരാനിരിക്കെ ബിനു പുളിക്കക്കണ്ടത്തിന്റെ നിലപാടും ജോസ് കെ മാണിക്കെതിരെ ഉയർന്ന ഫ്ലക്സ് ബോർഡുകളും ചർച്ചയ്ക്കും വാഗ്വാദങ്ങൾക്കും വഴിതെളിക്കുമെന്ന് ഉറപ്പായി. റിപ്പോർട്ടർ, കോട്ടയം.